അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെ നേതൃത്വത്തിൽ അദാ നവാസിൻ്റെ പെട്ടിപ്പൊളി കർമ്മം അങ്ങനെ അവിടെ കഴിഞ്ഞു. അതെ, മക്കൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. കാര്യം മറ്റൊന്നുമല്ല, അതെ, വളരെയധികം ഒരുപാട് സാധനങ്ങൾ ആ പെട്ടിക്ക് അകത്തുണ്ടായിരുന്നു. മക്കൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും സ്വീറ്റ് ഐറ്റംസും മിഠായികളും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും, അങ്ങനെ ഒരു ഗൾഫ് പെട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ സാധനങ്ങളും ലക്ഷണങ്ങൾക്കൊത്ത് അതിൽ കുത്തി നിറച്ച് അദ്ദേഹം സെറ്റാക്കിയിരുന്നു. ശരിക്കും ഷമ്മാസ് തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ, ഈ പെട്ടി കാണുന്ന പോലെ ഒന്നല്ലോ, ഉള്ളിലുള്ള സാധനങ്ങൾ നോക്കിക്കേ, എത്രയാണിത്. മക്കൾ വളരെയധികം സന്തോഷത്തോടു കൂടി അത് നോക്കിക്കാണുന്നു. എന്നാൽ അതാ മിസ്രിയൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഉമ്മ എല്ലാവർക്കുമായി മധുരമായിട്ടും ഡ്രൈ നട്ട്സുകളായിട്ടും അങ്ങനെയെല്ലാം ചോക്ലേറ്റ്സും എല്ലാവർക്കും വേണ്ടി വിഹിതം വെച്ച് കൊടുക്കുന്നു. സന്തോഷത്തോടു കൂടി എല്ലാവരും അത് കഴിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഗൾഫിൻ്റെ പെട്ടി തുറന്നപ്പോൾ അവിടെ വല്ലാത്തൊരു സ്മെല്ല്. എന്നാൽ അതിനിടയിൽ ഉമ്മ അല്പം മാറ്റിവെച്ചു എല്ലാ സാധനങ്ങളും. അത് മറ്റാർക്കുമല്ല, സൗദയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ പൊന്നുമോൾ സാജിക്കും മക്കൾക്കും വേണ്ടിയിട്ടും. അതിനവർ മറന്നില്ല. എന്തൊക്കെ തന്നെയും സന്തോഷത്തോടു കൂടി എല്ലാം പങ്കിട്ടെടുത്തു കഴിഞ്ഞു. എന്നാൽ ഈ സമയം ഉമ്മ അത് ഫസിലെ വിളിക്കുന്നു. മോളെ ഫസിയേ. ആ ഉമ്മ. ആ എന്നാലേ ഇനി നേരം പകണ്ട, അങ്ങോട്ട് കിടക്കാൻ പോയിക്കോളി. ഉമ്മ. ആ ചെല്ലങ്ങട്ട് അങ്ങോട്ട് മാളിൻ്റെ മേൽക്ക് കുട്ടികളെ ഇവിടെ കിടന്നോളി. മക്കളെ, ഇന്ന് ഉപ്പച്ചിൻ്റെ ഒപ്പം കിടക്കണ്ട, ഇന്ന് നമുക്ക് ഉമ്മമാൻ്റെ ഒപ്പം ഇവിടെ കിടക്കട്ടാ. വേണ്ട, ഞങ്ങൾക്ക് ഉപ്പച്ചിൻ്റെ ഒപ്പം കിടക്കണം. ഓ, കുട്ടികളൊരു പൂതിയല്ലേ. എന്നാ ആയിക്കോട്ടെ, ഞാൻ ഇനിയിപ്പോൾ എതിര് പറയണില്ല ഏതായാലും. എന്നാൽ മോള് പറഞ്ഞു, ഞാൻ ഉമ്മമാൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ആ, ഓൾക്ക് എൻ്റെ ഒപ്പം കിടക്കാൻ ഒരു പൂതിയാണ്. അത് കേട്ടപ്പോൾ മോനും പറഞ്ഞു, ഞാനും ഉമ്മമാൻ്റെ കൂടെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഉപ്പച്ചിക്ക് കുട്ടികളുണ്ടാവില്ലല്ലോ. എന്നാൽ പെട്ടെന്ന് ഫസീല അതാ പൊന്നു മോനെ വാരിയെടുത്തു. അതെ, സൗദിയുടെ കുഞ്ഞിനെ. അതെ, ഉമ്മച്ചിൻ്റെ ഒപ്പം കിടക്കാൻ ആരുമില്ല ഉപ്പച്ചിൻ്റെ ഒപ്പം. എൻ്റെ കുഞ്ഞുവാവ ഉണ്ടല്ലോ ഉമ്മ, ഞാൻ അതിനെ കൊണ്ട് പോവാണ്. മോളെ ഫസിയേ, അത് ഇവിടെ നിന്നോട്ടടി താഴത്ത്. അതിനിപ്പം ഇനിയിപ്പോൾ നോളോളിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അത് മിസ്സിരി നുസിയൊക്കെ നോക്കാണ്ടല്ലോ. വേണ്ടുമ്മ, ഇതെൻ്റെ കൂടി കുഞ്ഞല്ലേ. ആ, അങ്ങനെ ഞങ്ങൾ ആയിക്കോട്ടെ. അങ്ങനെ അതാ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ ഫസീല അതാ മാളിക മുകളിലേക്ക് കയറിപ്പോകുന്നു. നവാസ് കുറച്ച് നേരത്തെ കയറിപ്പോയി. അവൾക്ക് ചെറിയൊരു നാണുണ്ടായിരുന്നു. കാരണം നവാസിൻ്റെ അടുക്കലേക്ക് കുറച്ച് ദിവസമായല്ലേ ഗൾഫിൽ നിന്ന് വന്നിട്ട്. നേരെ അതാ അവൾ വാതിൽ, ചാരി വെച്ച വാതിൽ പതുക്കെ തുറന്നു. ആ, നീ വന്നോ? ഓ, കുഞ്ഞുറങ്ങിയിട്ടില്ലേ? ഇല്ലിക്ക, ഇതാ ഇങ്ങള് കുഞ്ഞ്. അങ്ങനെ പറയില്ലേ, നമ്മളെ കുഞ്ഞെന്ന് പറയാം. ആ അതെ, നമ്മളെ കുഞ്ഞെന്നെ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താ? എനിക്ക് കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കാനില്ല കേട്ടോ. അത് കേട്ടപ്പോൾ അതാ നവാസ് അവളെ ഒന്ന് നോക്കി. എന്താടി? അമ്മിഞ്ഞ കൊടുക്കാനാക്കാൻ പണിയൊന്നുമില്ല കേട്ടോ. വൈകാതെ തന്നെ നിന്നെ ഞാൻ അമ്മിഞ്ഞ കൊടുക്കാനാക്കി തരാം. അല്ലോ, അതൊന്നും വേണ്ട പഠിച്ചോനെ, ഇതൊന്ന് വളരട്ടെ. ഇത് നമ്മുടെ കുഞ്ഞനല്ലേ. ആണ്, പക്ഷേ നമ്മളെ മോന് വലുതായിട്ടുണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ എന്താ, അവനെയും കൂടി ചേർത്തി കഴിഞ്ഞാൽ നീ തനിച്ചാവൂലേ, നീ ഒറ്റക്കാവൂലേ. സത്യമായിട്ടും ഒരു കുഞ്ഞിനെ വല്ലാതെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം മക്കൾ വലുതായി കഴിയുമ്പോൾ സ്കൂളിലും മദ്രസയിലും ചേർത്തി കഴിയുമ്പോൾ പിന്നെ മറ്റൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് മനസ്സ് വല്ലാതെ തുടിക്കും. എൻ്റെ ഫസീല, ഇൻഷാ അല്ലാഹ് വൈകാതെ കേട്ടോ. അവൻ്റെ മുഖത്ത് നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു നാണത്തോടെ. ഇവിടെ വാ, എവിടെ ഉപ്പച്ചിൻ്റെ കുട്ടി? ഇക്ക. എന്താടി? നമുക്ക് ഇവൻ്റെ ഉമ്മച്ചിയെ കണ്ടുപിടിക്കണം. ആഹാ, എന്നിട്ടെന്താ? നമ്മുടെ കുടുംബത്ത് കൂട്ടണം. അതെ, എൻ്റെ ഇക്കയുടെ കൂടെ അവളും ജീവിക്കണം. ഞാനൊരു ഭാഗത്ത് അവളൊരു ഭാഗത്ത്. എൻ്റെ പെണ്ണെ, വെറുതെ അടിയുണ്ടാക്കാനല്ലേ.
ഏയ് അല്ല, ഞാൻ എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താണ് സൗദയെ കാണുന്നത്. ഒരിക്കലും എനിക്ക് അവളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നിയിട്ടില്ലിക്കാ. സത്യമായിട്ടും ശരിയാണ്, അവൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നതന്നല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അവളോട് സ്നേഹമേ ഉള്ളൂ. പിന്നെ അവളുടെ കാട്ടിക്കൂട്ടലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു മനസ്സിന് ഒരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഓളെ നമ്മളെ കൂട്ടത്തിൽ തന്നെ കൂട്ടണം, ഒരുമിച്ച് യാത്ര ചെയ്യണം, വേറിട്ട് നിൽക്കണം എന്നൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് നമ്മൾ പോകുന്ന വാഹനത്തിൽ അവളും വേണം, അവളും മക്കളും സന്തോഷത്തോടു കൂടെ. ഞാൻ ഫസി, നിനക്കതിന് സമ്മതമാണോ? ഇക്ക, നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്? ഇക്ക അവളെ തൊലാക്ക് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്താ, എൻ്റെ ഇക്കയുടെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടിക്കണമെങ്കിൽ അതെ, അവളെ കൂടെ ജീവിക്കാൻ ഞാനും തയ്യാറാണ്. അവൾ എൻ്റെ കൂടെ പാതിയല്ലേ. ശരിയാണ്, പക്ഷേ എന്ത് പക്ഷേ? സ്വഭാവം നല്ല രീതിയിലായി കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇടയ്ക്കൊരു വിലങ്ങുതടിയുണ്ട്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. നല്ല രീതിയിലാണെങ്കിൽ നവാസ് നല്ലതായിരിക്കും, വിലങ്ങ് പ്രവർത്തിച്ചാൽ നവാസ് അല്പം കടുംപിടുത്തായിരിക്കും. ഇനി ആവൂല വസി. ഇക്ക, എനിക്കറിയാം എൻ്റെ ഇക്കയെ ഒരുപാട് വിഷമിപ്പിച്ചതാണ് ഞാനെന്ന്. എനിക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്ക, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിനൊക്കെ മാപ്പ് തരണം. കാരണം ഭർത്താക്കന്മാരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുനിന്ന് വിട്ടു പോകുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റൂല. അവർക്ക് കഴിയുന്നത് നമ്മൾ സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുത്തിട്ട് അവരെ നമ്മൾ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ഇവിടുന്ന് കഴിച്ചിലാവുള്ളൂ. എനിക്കറിയിക്കാം, അന്ന് എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി. ഇക്ക, എനിക്കൊരു കാര്യം കൂടി എന്നോട് പറയാണ്ട്. അതായത് ശരിയാണ്, ഞാൻ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം വന്നപ്പോൾ ഞാൻ കുറച്ച് അമിതമായി ആക്രമിച്ചു പോയി. ആരെ? അതെ, ഹുസൈനാജിയെ. അയാളെ മുഖത്തേക്ക് ഞാൻ ആസിഡ് ഒഴിച്ചു. അയാൾ എന്നെ വിവാഹം കഴിച്ച് എന്തൊക്കെ, ഞാനത് ഓർക്കാൻ പോലും എനിക്ക് തോന്നി അയാളുടെ ഹോബി ഇത് തന്നെയാണ്. പലപ്പോഴും ചുറ്റുഭാഗത്തുമായി സ്ത്രീകളായിരിക്കും. സ്വന്തം ഭാര്യ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം എന്നെയും അയാൾ ഭാര്യയാക്കി എന്തിനൊക്കെ വേണ്ടി ഒരുങ്ങിയായിരുന്നു. പക്ഷേ എനിക്കതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. റബ്ബർ എസ്റ്റേറ്റിൻ്റെ മുതലാളിയായ അദ്ദേഹം, എത്രയോ ഷോപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും മുതലാളിയായ അദ്ദേഹത്തിൻ്റെ അടുക്കളയുടെ ആ ഭാഗത്തായിട്ട് നിറച്ചു വെച്ച ആസിഡുകളുണ്ടായിരുന്നു. അതിലൊരു ടിന്ന് എനിക്ക് എടുക്കേണ്ടി വന്നു. ഇക്ക, ഫസീല, സ്റ്റോപ്പ് ഇറ്റ്. മതി പറഞ്ഞത്. തെറ്റ് ചെയ്തതിന് മാപ്പ് ചോദിക്കുകയായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇരുട്ടിലാക്കിയില്ലേ നീ? ഇക്ക, അതെ, എൻ്റെ അവസ്ഥ അപ്പോൾ അങ്ങനെയായിരുന്നു. അദ്ദേഹം എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ അറിഞ്ഞോ? ഇല്ല, ആവില്ല. ഒരുപാട് സ്ത്രീകളെ നശിപ്പിച്ചതാണ് അയാൾ. അതുകൊണ്ട് തന്നെ എന്തിന് നമ്മുടെ നുസൈബ, അതെ, അവളുടെ പിന്നാലെയും ഒരുപാട് പോയി. അവളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവളുടെ പിതാവിനോടായി ആ കാര്യം പറഞ്ഞു. പക്ഷേ ആ വയസ്സായ ഭാര്യയും മക്കളൊക്കെ ഉള്ള അയാൾ ആ ചെറിയ പെണ്ണിനെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യം ഷമ്മാസിൻ്റെ കയ്യിൽ നിന്നും നല്ലോണം കിട്ടിയിട്ടുണ്ടല്ലോ, അവളെ പിന്നാലെ എപ്പോഴും നടന്നിട്ട്. എന്തായാലും നമ്മളെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാകുമ്പോൾ നമ്മളത് മാപ്പ് ചോദിക്കാം, അല്ലാതെ എന്താ ചെയ്യാം? ഇക്ക, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഭയമുണ്ട്. ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ കേസിൽ അകപ്പെടുവാനും ജയിലിൽ പോകാനും ചാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് പശ്ചാത്താപം തോന്നിയത്. ഒരു പക്ഷേ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിച്ചിരുന്നു. പക്ഷേ അതിനേക്കാളേറെ ശിക്ഷ എനിക്ക് പടച്ചോൻ തന്നു. ഞാനാകെ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു. പക്ഷേ എന്നെ ഈ നിലയിൽ എത്തിച്ചത് നമ്മുടെ ഐഷുമ്മയും ഷാമോനുമാണ്. അതുകൊണ്ട് അവരോടുള്ള കടപ്പാട് എനിക്കുണ്ട്. അപ്പോഴേക്കും കുഞ്ഞ് കരയുന്നു. ഫസില, കുഞ്ഞിന് പാല് കൊടുക്കുവണ്ണേ. ഇക്ക, പാല് കൊടുക്കാൻ എനിക്ക് ഞാനതൊക്കെ മറന്നു. ഒരു നിമിഷം
അവൾ പറഞ്ഞു, ഇക്ക, ഈ കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കാൻ ഇതുവരെ അവനെ നോക്കിയത് നുസൈബയാണ്. പക്ഷേ എപ്പോഴും അവളെ കിട്ടണില്ലല്ലോ. 2 കുഞ്ഞുങ്ങൾക്കും കൂടി ഒരുമിച്ച് ഒരുപാട് കാലം പാല് കൊടുക്കുക എന്നൊക്കെ വെച്ചാൽ നുസൈബ എൻ്റെ കുഞ്ഞിൻ്റെ കൂടി ഉമ്മയാണല്ലേ? ഷമ്മാസിൻ്റെ ഭാര്യയും? അതെ ഇക്ക, പാവം പെണ്ണാണ്. ആ പിന്നുണ്ടല്ലോ, ഒരു കാര്യക്കാരനോട് പറയാണ്ട്. എന്താടി? അതൊക്കെ ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാണ്ട്. നമുക്ക് സൗദിയെ കണ്ടുപിടിക്കണം. സൗദിയെ കണ്ടുപിടിച്ച് എനിക്ക് എൻ്റെ ഇക്കാൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം കേട്ടോ. എനിക്ക് എൻ്റെ ഇക്കാൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് നിങ്ങൾ പുതിയൊരു ദാമ്പത്യ ജീവിതം തുടങ്ങണം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് കാണാൻ. എന്താ പറ്റൂലേ? എൻ്റെയും അവളുടെയും ഭർത്താവായിട്ട് കഴിയണം അങ്ങ്. എനിക്ക് ഉള്ള ദിവസങ്ങളെല്ലാം ചെറുപ്രായക്കാരിയായ അവൾക്ക് വേണ്ടി ഞാൻ വിട്ടു തന്നിരിക്കും. ഫസീല, നീ എന്താ ചെറുപ്രായക്കാരിയല്ലേ? നിനക്കെന്താ പ്രായമായോ ഒത്തിരി പെട്ടെന്ന്? അല്ല, എന്നാലും അവൾ ദാമ്പത്യ ജീവിതം അനുഭവിച്ചിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ പിന്നെയും എൻ്റെ ദിവസങ്ങൾ അവൾക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിനു മുമ്പ് സൗദിയെ കണ്ടുപിടിക്കണം. ഇക്ക പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം എൻ്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാ. ഓക്കെ ഫസീല, നീ കുഞ്ഞിനെങ്ങ് തന്നേ. കുഞ്ഞ് കരയുകയാണ്. ഫസീല എത്ര തന്നെ മെനക്കെട്ടിട്ടും കുഞ്ഞ് കരച്ചിൽ മാറ്റുന്നില്ല. അതെ നവാസും. എന്നാൽ താഴേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ അതാ കേൾക്കുന്നു. ഐഷമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അല്ലാ, എൻ്റെ കുട്ടിയല്ല കരയണത്. പഠിച്ചോനെ, പാല് കൊടുക്കാൻ തള്ളല്ലല്ലോ റബ്ബേ. എൻ്റെ നുസി കെടുക്കാൻ പോയാവോ റഹ്മാനേ. വല്ലാത്തൊരു കുഞ്ഞ് നല്ല കരച്ചിൽ. ഫസീല കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് വരുന്നു. ഇല്ലല്ലോ ലാ ഇലാഹ. ഉമ്മ, കുഞ്ഞിന് ഏത് പാൽപ്പൊടിയാണ് കൊടുക്കുക? എന്നാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴേക്കും നമ്മുടെ നുസൈബയുടെ സ്തനങ്ങളിൽ പാല് നിറഞ്ഞിരുന്നു. അതെ, അല്ലെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ പാല് കൊടുക്കുന്ന ഉമ്മയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കരച്ചിൽ കൊണ്ട് ആ ഒരു ഉമ്മയുടെ മുലപ്പാൽ വർദ്ധിക്കുന്നതായിട്ടും അത് കൂടുതൽ പുറത്തേക്ക് ഒഴുകുവാനുള്ള ഉത്സാഹം കാണിക്കുകയും ചെയ്യും. ഏതൊരു ഉമ്മമാർക്കും അറിയുന്ന കാര്യം തന്നെയാണത്. കുഞ്ഞ് കരയുമ്പോൾ മുലകൾ വേദനയെടുക്കും. അതെ, ആ ഞരമ്പുകളിൽ പാല് നിറഞ്ഞിട്ടുണ്ടാകും. അതെങ്ങനെയെങ്കിലും കുഞ്ഞിനങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാത്ത ആശ്വാസമായിരിക്കും. എന്നാൽ ഷമ്മാസിൻ്റെ കൂടെ കിടക്കുകയായിരുന്ന നുസൈബയുടെ സ്തനങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നു. എന്തു പറ്റി? എന്താ? അതെ, ഷമ്മാസ് അവളുമായി സല്ലപിച്ചിരിക്കുന്ന സമയത്താണത്. ഇക്ക ഇപ്പം വരാം. എന്തടി? അതെ, കുഞ്ഞ് കരയുന്നു. ഒരു നിമിഷം ഷമ്മാസ്, പഠിച്ചോനെ, എന്നും ഈ സ്നേഹം നിലനിർത്തണേ അല്ലാ എന്ന ചെല്ല്. അങ്ങനെ ഏതാ നുസൈബ നമ്മുടെ ഫസീല കുഞ്ഞിനെ എടുത്ത് താഴേക്ക് വന്നപ്പോഴേക്കും നുസൈബ ഡോർ തുറങ്ങുന്ന പുറത്തേക്കിറങ്ങി. ഇത്ത ഇങ്ങ് തന്നേക്ക്, കുഞ്ഞിന് ഞാൻ പാല് കൊടുത്തോളാം. മോളെ നുസി. അതെ, വിഷമിക്കണ്ട. അങ്ങനെ ഏതാ കുഞ്ഞിന് പാല് കൊടുക്കാം തുടങ്ങി അവൾ. ഷമ്മാസ് അത് നോക്കി നിന്നു. അതെ, അവളുടെ മുഖത്തെ ആ ഭാവം, ആ കുഞ്ഞിൻ്റെ ആർത്തിയോടെയുള്ള ആ ഒരു കുടി. ഷമ്മാസ് പതുക്കെ പറഞ്ഞു, നുസി, എനിക്കൊന്നും ഉണ്ടാവൂലേ? എല്ലാവരും കൂടി ഇങ്ങനെ മത്സരിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പോയിക്കാ. പിന്നെ എന്താന്നില്ലേ? അവൾ നാണത്തോടെ അതാ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി കുറുമ്പ് കാണിച്ചു. എൻ്റെ പെണ്ണ് കുറുമ്പ് കാണിക്കുമ്പോഴേ എന്ത് രസമാണ് മുഖം കാണാൻ. നുസി, എനിക്ക് സന്തോഷമേ ഉള്ളു പൊന്നെ. അതെ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ, നിന്നെക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന നന്മ ആ കുഞ്ഞിന് പാല് കൊടുക്കുക, അതിൻ്റെ വിശപ്പകറ്റുക എന്നതാണ്. പടച്ച റബ്ബ് നിനക്ക് ഇതിൻ്റേതായിട്ടുള്ള നല്ല പ്രതിഫലം തന്നിരിക്കും കേട്ടോ. എന്നാൽ കുഞ്ഞ് പാല് കുടിക്കുന്നതിനിടയിൽ ഷമ്മാസദ നുസൈബയുടെ ആ മനോഹരമായ കവിളിൽ ഒരു മുത്തം കൊടുക്കുന്നു. അതെ, കുഞ്ഞ് പാല് കുടിക്കാട്ടോ, അതിനിടയിലാണോ? അതിനെന്താ, ഇടയ്ക്കിടെ ഞാൻ മുത്തം തരുമ്പോൾ നിനക്ക് സന്തോഷമല്ലേ?
ഉം, അതൊക്കെയുണ്ട്. പക്ഷേ എന്ത് പക്ഷേ? എൻ്റെ ഭാര്യ എനിക്കെപ്പോഴും അവകാശപ്പെട്ടതാണ്. എൻ്റെ ഹലാലായ പെണ്ണാണ് നീ. ശരിക്കും ഷമ്മാസിൻ്റെ ആ ഒരു സ്നേഹം. അതെ, കുഞ്ഞുറങ്ങിയോ പെണ്ണേ? ഉറങ്ങുന്നുണ്ട്. ഓഹ്, ഏതായാലും റൂമിൽ 2 തൊട്ടിലും ഒക്കെ സെറ്റ്. റൂം അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഏതാ നമ്മുടെ നവാസിൻ്റെ കുഞ്ഞ് നുസൈബയുടെ പാൽ കുടിച്ച് അവിടെ ഉറങ്ങുന്നു. അവളുടെ മാറോട് ചേർന്ന് ആ കുഞ്ഞുറങ്ങുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലും തലയിലും അതാ അവൾ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു ചെറിയൊരു താരാട്ടുപാട്ടും. അവൾ കുഞ്ഞിനെ അതാ ആ ആട്ടുതൊട്ടിൽ കിടത്തി പതുക്കെ ഷമ്മാസ് ആട്ടിക്കൊടുത്തു. എന്നാൽ അതാ ഫസീല വിളിച്ചു ചോദിക്കുന്നു, നുസി, കുഞ്ഞുറങ്ങിയോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു. ഇത്ത, കുഞ്ഞു ഉറങ്ങി, തൊട്ടിലിട്ടു. ഇവിടെ 2 തൊട്ടിലുണ്ട്. ഇത്ത പൊയ്ക്കോളി. അത് കുഞ്ഞ് ഇനിയും ഉണർന്നു കഴിഞ്ഞാൽ അത് ഇത്താക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞിവിടെ നിന്നോട്ടെ. ഇത്ത പൊയ്ക്കോളി. മോളെ, അതിനെന്ത് ഇത്ത പൊയ്ക്കോളി. നവാസ്കിപ്പോൾ വന്നതല്ലേ, ഒരുപാട് ടൈം ആകണ്ട, പൊയ്ക്കോളി. സ്നേഹത്തോടെ അതാ ഫസീലയെ നുസൈബ ഉന്തി പറഞ്ഞയച്ചു. അവൾ അല്പം നാണത്തോടു കൂടി നവാസിൻ്റെ റൂമിലെത്തി. ആഹാ, കുഞ്ഞിവിടെ? അതെ, കുഞ്ഞുറങ്ങി. ഇവിടെ ആര്? നുസി വാങ്ങി പാൽ കൊടുത്ത് ഇറക്കി. പിന്നെ ഞാൻ കൊണ്ടുവരാൻ നിന്നപ്പോൾ പറഞ്ഞു ഇനിയും ഇത്ത ഇറങ്ങി വരേണ്ടി വരും, കുഞ്ഞ് രാത്രി ഉണരാറുണ്ട് എന്ന് പറഞ്ഞു. പാവം പെണ്ണല്ലേ, 2 മക്കളെയും കൂടെ കഷ്ടപ്പെട്ട് നോക്കുകയാണ്. പാവമാണ് അവൾ. അതെ, പാവം എന്ന് വെച്ചാൽ ഒരാളോടും ഒരു എതിരും പ്രവർത്തിക്കാത്ത, എല്ലാവർക്കും അനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു പാവം മോള്. പാവം. MBBS എന്നുള്ള സ്വപ്നം അവൾക്ക് യാഥാർത്ഥ്യമാക്കണം. പക്ഷേ അതിനു മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ അവൾക്കുണ്ട്. എങ്കിലും അവളതെല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. ഉമ്മയുടെ കൂടെ ആഗ്രഹമാണ്. ശരിയാണിക്ക, ഒരു കാലത്ത് അവൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ശരിക്കും അസൂയായിരുന്നു. എന്നാൽ അത്രക്കും നന്മയുള്ള ഒരു നന്മമരമാണ് നമ്മുടെ നുസൈബ എന്ന് ഞാൻ അറിഞ്ഞില്ലേക്ക. ശരിയാണടി, സാരല്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ്. നീങ്ങ വന്നേ. ഇക്ക. എന്താടി? ഞാൻ തികച്ചും ചെയ്യുന്നത് അനീതിയല്ലേ? എന്താടി? അല്ല, സൗദക്കുള്ള ദിവസങ്ങൾ അത് നീ ഒന്നും മിണ്ടാതിരിക്കേ. അവളെ കണ്ടുപിടിക്കട്ടെ ആദ്യം. അതുവരേക്കും നീ മാത്രമേ എനിക്കുള്ളൂ. ഓളെ കണ്ടുപിടിക്കണം ഇൻഷാ അല്ലാ. തീർച്ചയായും കണ്ടുപിടിക്കണം. എനിക്കിഷ്ടമാണ്. അവളെ കൂടെ എൻ്റെ ഇക്ക സ്വീകരിക്കണം. 2 പേർക്കും ഒരേ സ്ഥാനം. എങ്കിലും കൂടുതൽ ദിവസം അവളുടെ കൂടെ. ആഹാ, എന്താ നീ പ്രായമായിട്ടാണോ? എടിവെണ്ണേ, 35 വയസ്സിനും 45 വയസ്സിനൊക്കെ ഇടയിലുള്ള പ്രായം അടിപൊളി പ്രായമാണ് വേണേ. കണ്ടില്ലേ, നിൻ്റെ ലുക്ക് ആകെ അങ്ങ് മാറി മറിഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ 30 വയസ്സിന് താഴോട്ട് നീ അന്ന് ഇത്ര ലുക്കില്ലായിരുന്നു. ഇപ്പം നീ പൊളി ലുക്കാ മോളെ. എന്താ നിൻ്റെ ലുക്ക്? കുറച്ച് തടിച്ചും ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് തടി വേണം പെണ്ണുങ്ങളായാൽ. അല്ലാതെ വെറും അല്പം തടിയും കൂടി കൂടിയപ്പോഴേ നല്ല മൊഞ്ചായിട്ടുണ്ട്. എന്നാൽ ഫസീല നാണത്തോടെ തല താഴ്ത്തി. അപ്പോഴേക്കും അതാ നവാസ് അവളെ നെഞ്ചോട് ചേർത്തു. അവരുടെ ആ ഒരു സുന്ദരമായ നിമിഷങ്ങളിലേക്ക് അവർ അലിഞ്ഞു ചേർന്നു. അതെ, നവാസിനും ഫസീലക്കും വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അത്. മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം മറന്നുകൊണ്ട് നവാസ് ശരിക്കും ആസ്വദിച്ചു ഫസീലയെ. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ വീണ്ടും ജീവിക്കുവാൻ സാധിച്ചതിൽ ഫസീലയും പടച്ച റബ്ബിനെ സ്തുതിച്ചു. അവരുടെ സുന്ദരമായ നിമിഷങ്ങൾ. ഫസി, നമുക്ക് ഒരാൾ കൂടി വേണ്ടേ? നിനക്ക് കുഞ്ഞു മക്കൾക്ക് കൊതിയാവണല്ലേ? നമുക്കുണ്ടല്ലോ ഒരാൾ. അതിനെ സൗദ കൊണ്ടുപോകും മോളെ. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടേതായിട്ട് ഒന്നും കൂടെ വേണ്ടടി. അവൾ മൗനം പാലിച്ചു. അവരുടെ ആ സന്തോഷകരമായ നിമിഷങ്ങളിൽ അതാ അവർ
പടച്ച റബ്ബിനെ സ്തുതിച്ചു. ഫസീല ഓർത്തു, റബ്ബേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണല്ലോ പോയത്. എങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടി എന്നതിലും വലിയ സന്തോഷം. അതിനിടയിലും അവൾ പറഞ്ഞു, ഇക്ക, എന്താ പെണ്ണേ, നമുക്ക് സൗദിയെക്കുറിച്ചുള്ള അന്വേഷണം പെട്ടെന്ന് തുടങ്ങണം കേട്ടോ. എന്താ, ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അതല്ല, അവൾക്ക് കൂടെ അവകാശപ്പെട്ടതല്ലേ അങ്ങ്. പിന്നെ ആ ഹുസൈനാജിൻ്റെ അടുത്തേക്കൊന്ന് പോകണം. എന്താ, പറ്റൂലേ? പോകാം. എല്ലാത്തിനും മാപ്പ് പറയണം. കാരണം അയാൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി അയാൾ ഒരുപാട് നന്നായിട്ടുണ്ടെന്ന്, ഒരുപാട് നന്നായി നല്ല മാറ്റം വെച്ചിട്ടുണ്ടാവുമെന്ന്. കാര്യം ഒരു കാലത്ത് അങ്ങനെ റൗഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ അദ്ദേഹം നന്നായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ നമുക്ക് പോകാം കേട്ടോ. ഇക്ക, ആദ്യം അവളെ കണ്ടുപിടിക്കണം, സൗദിയെ. ഞാനും ഉണ്ട് കൂടെ കേട്ടോ. നമുക്ക് നാളെ തന്നെ സ്റ്റേഷനിലേക്ക് പോയാലോ? ഇൻഷാ അല്ലാ, തീർച്ചയായും. എന്നാൽ ഒരിക്കൽ പോലും കുഞ്ഞിക്കതിയും ഹസീനയും സ്റ്റേഷനിലുള്ള കാര്യമൊന്നും ഷമ്മാസ് നവാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ രാത്രിയിൽ അതാ നമ്മുടെ ഫസീലയും നവാസും പലതവണ അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തി തുടങ്ങി. താഴെ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. ഫസീല, ഇക്ക, അതെ, കുഞ്ഞ് കരയുന്നുണ്ട്. പോവല്ലേ? നവാസ് അവളുടെ കൈകളിൽ പിടിച്ചു. നീ പോയിട്ടെന്താ, നിനക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ കഴിയോ? ഇക്ക, എന്നാലും. അല്ല, ദാ കരച്ചിൽ മാറി. പാവൻ നുസൈബ. അതെ, ആ പെണ്ണിന് നമ്മൾ എത്രയൊക്കെ തന്നെ നന്ദി പറഞ്ഞാലും എന്ത് കൊടുത്താലും മതിയാവില്ല. അത്രക്കും നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. അതെ ഇക്ക, പാവം മോളാണ്, എന്തെന്നറിയില്ല, വല്ലാത്തൊരു സ്നേഹമിഷ്ടമാണ്. ആ പിന്നെ ഇക്ക, ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. എന്താടി? അല്ല, ഇന്ന് ഉറങ്ങുന്നൊന്നുമില്ലേ? ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇന്നലെയൊന്നും, അതിൻ്റെ തലേയൊന്നും എനിക്കൊരു സമാധാനമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അല്പം സമാധാനം കിട്ടി. അതെന്താ? നീ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ സമാധാനം കിട്ടാണ്ടിരിക്കുമോ? നീ നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ സമാധാനത്തിന്, അല്ലേ? അതൊക്കെയുണ്ട്. ആ പിന്നെ നീ എന്താ എന്തൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞത്? അതിക്ക, കുഞ്ഞുൻ്റെ കല്യാണം. അവനെ വിളിച്ച് ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലേറ്റ് വന്ന് പറഞ്ഞു. ആ, കുഞ്ഞുൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെയായി. അല്ല, ഓൻ്റെ കല്യാണത്തിന് നമുക്കൊരു കാര്യം. ഇക്ക, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, അത് സർപ്രൈസ് ആയിക്കോട്ടെ. എന്താടി? അതൊക്കെയുണ്ട്. എന്താ, കുഞ്ഞുൻ്റെ കല്യാണത്തിനെ കുറിച്ചാണോ? കുഞ്ഞുൻ്റെ കല്യാണം അത് പെട്ടെന്ന് ഇൻഷാ അല്ലാ ശരിയാക്കണം. എന്താ, കുഞ്ഞുന് വല്ല ക്രഷുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും എന്തോ ഉണ്ടല്ലോ നീ പറഞ്ഞു കേട്ടിട്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. നമുക്ക് ആദ്യം സൗദിയെ കണ്ടുപിടിക്കാം കേട്ടോ. ആ, സ്റ്റേഷനിലേക്ക് ഞാനുണ്ട് കേട്ടോ നാളെ. പോകാം ഇൻഷാ അല്ലാ. ആ പിന്നെ അവളിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ സ്നേഹം എന്നോട് ഉണ്ടാവുമോ നിനക്ക്? എന്തൊക്കെ അങ്ങനെ പറയുന്നത്? ഞാനല്ല പറയുന്നത് അവളെ കൊണ്ടുവരണമെന്നുള്ളത്. പിന്നെ എനിക്കൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ നവാസ്കാക്ക് 2 ഭാര്യമാർ ഒരുമിച്ച് മേക്കാനുള്ള അതൊക്കെയുണ്ട്. അത് നീ വിഷമിക്കണ്ട. പക്ഷേ ഈ സ്നേഹമൊന്നും വേണം കേട്ടോ. പിന്നെ നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇക്ക, കുഞ്ഞുള്ളതല്ലേ? ശരിയാണ്. പക്ഷെ നിൻ്റെ സ്വഭാവം മാറാൻ പാടില്ല. ഓക്കെ, ഈ ഒരു സ്നേഹം എനിക്ക് കിട്ടണം എപ്പോഴും നിൻ്റെ അടുത്തുനിന്ന്. അവളെ ഞാൻ ഉൾക്കൊള്ളാം, ഒന്നും കുഴപ്പമില്ല. അവളുടെ കൂടെ ജീവിക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ അതിനിടയിൽ വേണ്ടാത്ത മറ്റു സ്വഭാവം എടുക്കുകയാണെങ്കിലേ ഇനി ഞാൻ നോക്കൂല കേട്ടോ. 3 ചൊല്ലും. 3 തൊലാക്കെങ്ങാനും ചൊല്ലിയിട്ടുണ്ടെങ്കിലേ മറ്റൊരുത്തെ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതിന് ശേഷം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലായിരുന്നോ? ഏതായാലും ഭാഗ്യത്തിന് അതിനൊന്നും നിന്നിട്ടില്ല. ഇക്ക,
അങ്ങനൊന്നും പറയണ്ട, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. നല്ല ജീവിതം ഓൾക്കും കൊടുത്തേക്ക്. ഏതൊരു കുഞ്ഞുള്ളതല്ലേ കേട്ടോ. ആ കുഞ്ഞിനെ വിചാരിച്ച് പാവല്ലേ, ആ കുഞ്ഞിനും ഉണ്ടാവില്ലേ ആഗ്രഹം ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ കൂടെ ജീവിക്കാൻ. അല്ല ഫസീല, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവളും എൻ്റെ കൂടെ വേണമെന്നാണ് നീ പറയുന്നത്? അതൊക്കെ ഒരുമിച്ച് യാത്ര, നമ്മുടെ മക്കൾ ഒരുമിച്ച് എല്ലാം കൂടി ആകുമ്പോഴല്ലേ അതിൻ്റെ സന്തോഷം. നീ അതിന് തയ്യാറാണോ? തീർച്ചയായും തയ്യാറാണ്. ഫസീലയാണ് പറയുന്നത്. വേണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഞാൻ സത്യമായിട്ടും അല്ലേ, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഏത് നിമിഷവും അവരെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയും, അവളെ കൂടെ ജീവിതം തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നീ പറയുകയാണ് വേണ്ട, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം, അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. പിന്നെ തമ്മിൽ അങ്ങോട്ടും ശത്രുത, പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടാവും. എന്താ അതിന് നീ ഓക്കെ ആണോ? എൻ്റെ പൊന്നിക്ക, ഞാനല്ലേ പറയുന്നത്. ഓ എന്നാൽ ശരി, ഓക്കെ ഓക്കെ. അല്ല പെണ്ണേ, ഇന്ന് ഉറങ്ങൊന്നും വേണ്ടേ? ഈ കഥ പറച്ചിലും ഇതും മാത്രം മതിയോ? എൻ്റെ പൊന്നിക്ക, സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഉറങ്ങുമ്പോൾ നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. ശരിക്കും നവാസ് ആ ഒരു വാക്കുകൾ കേട്ട് സന്തോഷിച്ചു. ഫസീല, ഈ സ്നേഹം എന്നും നിലനിർത്തി തന്നാൽ പടച്ച റബ്ബിനെ ഞാൻ സ്തുതിക്കും. കാരണം നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കാതെ മറ്റു വഴികളൊക്കെ തേടുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കാണ്. ഇനിയും ഇക്ക പ്ലീസ്, കഴിഞ്ഞത് കഴിഞ്ഞോ, ഇനി ഒരിക്കലും അതിനെക്കുറിച്ച് പറയണ്ട. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഇക്കയെ. അവർ രണ്ടുപേരും സന്തോഷത്തോടെ അതാ ആ ദിവസത്തിൻ്റെ അങ്ങേയറ്റത്തെ ആ ഒരു പുലർച്ചെ മയക്കത്തിലേക്ക് വഴുതി വീണു. അല്ലാ, നേരം വെളുത്താൽ അറിയില്ലേ എന്നുള്ള പേടിയുണ്ടായിരുന്നു അവൾക്ക്. സന്തോഷകരമായ അവരുടെ ആ ദാമ്പത്യ ജീവിതം. പിറ്റേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞിക്കതിയെയും ഹസീനയെയും കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? നവാസിനെ കാണുമ്പോൾ കുഞ്ഞിക്കതിയയുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.